ദേവാമൃതം ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം ഇന്ന് 1192 ആണ്ട് മകരമാസം 18-ാം തീയതി, അതായത് 2017 ജനുവരി മാസം 31-ാം തീയതി. ഇന്ന് ചൊവ്വാഴ്ചയാണ്. നക്ഷത്രം 38 നാഴിക പോരുട്ടാതിയും ബാക്കി ഉത്രട്ടാതിയുമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മേടരാശിയെക്കുറിച്ചാണ് ചർച്ച ചെയ്ത്. ഇന്ന് ഇടവരാശിയെക്കുറിച്ചാണ്. ഇടവരാശിയിലുള്ളവരെ എങ്ങനെയാണ് ഈ ശനിമാറ്റം സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് പ്രിയങ്കരനായ നമ്മുടെ ഗുരുനാഥൻ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് കേൾക്കാം. അദ്ദേഹത്തെ നമുക്ക് വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇടവരാശിക്കാരെ എങ്ങനെയാണ്. ഇടവരാശി എന്ന് പറയുന്നത് തന്നെ കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒടുവിൽ 45 നാഴിക, രോഹിണി നക്ഷത്രം, മകയിരം ആദ്യത്തെ 30 നാഴിക ചേരുന്ന 2.25 നക്ഷത്രമടങ്ങുന്ന രാശി സമൂഹമാണ് ഇടവം എന്ന രാശി. ഇടവം മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം എന്ന് പറയുന്ന രാശിയിൽ 2.5 വർഷമായിട്ട് ശനി സഞ്ചരിക്കുകയായിരുന്നു. 2017 ജനുവരി 26-ന് വൃശ്ചിക രാശിയിൽ നിന്ന് ധനു രാശിയിലേക്ക് ശനി എന്ന് പറയുന്ന മന്ദഗ്രഹം, അതായത് 2.5 വർഷം നിൽക്കുന്ന ഒരു ഗ്രഹം ശനിയാണ്. അതുകൊണ്ട് മന്ദീഭവിച്ച് നിൽക്കുന്ന ഗ്രഹത്തെ മന്ദൻ എന്നുള്ള പേരും പറയുന്നു. അല്ലാതെ കാലയിൽ മന്ദുള്ളവൻ എന്ന അല്ല അതിൻ്റെ അർത്ഥം. മന്ദഗതിയിൽ സഞ്ചരിക്കുന്നവൻ. പതുക്കെ ശനി കയറി പിടിച്ചാൽ അത് പതുക്കെ പോകത്തുള്ളൂ. അപ്പോൾ 2.5 വർഷം നിൽക്കുന്ന ഒരു ശനിയാണ്. അപ്പോൾ ദാമ്പത്യസ്ഥാനത്തും നിവൃത്തിസ്ഥാനത്തും ഒക്കെ നിഗ്രഹിച്ച് നിന്നിരുന്ന ആ ശനിദോഷം, അതിൻ്റെ കൂടെ പല അരിഷ്ടഗ്രഹങ്ങളും കൂടെ ഒരുമിച്ചായിരുന്നു നിന്നിരുന്നത്. ഈ പൊതുവെ ഈ രാശിക്കാർക്ക് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവർക്ക് ഉദ്ദേശിച്ച ലെവലിൽ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യാത്ത തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അത് ഉദ്യോഗാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിൽ പലവിധ ഇൻ്റർവ്യൂ ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടാതെ മുന്നോട്ട് പോകുന്ന ഒരവസരം, ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് പലതരത്തിൽ അധികാരികളെ കൊണ്ടും സഹപ്രവർത്തകരെ കൊണ്ടും ആ ഉദ്യോഗം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാഹചര്യങ്ങൾ പ്രതികൂലമായി വരികയും പ്രമോഷൻ ടെസ്റ്റുകൾ ഒക്കെ എഴുതിയിരിക്കുന്നവർക്ക് അത് കാത്ത് ഇരിക്കുകയൊക്കെ ചെയ്യുന്നവർക്കും ഒരല്പം നിരാശ വർദ്ധിക്കുക എന്നുള്ളതാണ് ഈ ശനിമാറ്റം കൊണ്ട് വന്നിരിക്കുന്നത്. കാരണം 7-ലെ ശനി 8-ലെ ശനിയായിട്ട് രൂപാന്തരപ്പെട്ടു. അതിനൊരു തീർപ്പ് കൽപ്പിക്കുക. കഴിഞ്ഞ 2.5 വർഷമായിട്ടുണ്ടായിരുന്ന ആ ദുരിതാധിപനായിരിക്കുന്ന ശനി കളത്രസ്ഥാനത്ത് നിൽക്കുന്ന, നിവൃത്തിസ്ഥാനത്ത് നിൽക്കുന്ന, 7-ാം ഭാവത്ത് നിൽക്കുന്ന, അത് ദമ്പതികളെ മുഴുവൻ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന ആ ശനി ഒരു ഏതെങ്കിലും തരത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയേ മതിയാകൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അഷ്ടമശനി ആയിട്ട് രൂപാന്തരപ്പെട്ടു. ജനുവരി 26 മുതൽ അടുത്ത 2.5 കൊല്ലം, അതായത് ദോഷകരമായിരിക്കും എന്ന് സാരം. എല്ലാ എപ്പിസോഡുകളിലും പറഞ്ഞ പോലെ ജാതകത്തിൽ എല്ലാവർക്കും മകരം, അതുപോലെ തന്നെ കുംഭം, തുലാൻ രാശികളിലോ ശശമഹായോഗത്തിലോ ശനി സ്വക്ഷേത്ര ബലവാനായിട്ടോ ഉച്ചബലത്തോടോ